ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റിവൈവൽ എൻ്റെയും റിവൈവൽ മീഡിയയിൽ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ നടുവിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം എന്നെയും സഹായിച്ചുവല്ലോ. നാളുകൾക്ക് ശേഷമായി ഈ രാത്രിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ സർവകൃപാലുവായ ദൈവം സഹായിച്ചു. പ്രത്യേകിച്ച് ഈ എൻ്റെയും മീഡിയയെ വാച്ച് ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടി വേഗം വരുന്ന കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. ഒപ്പം തന്നെ മീഡിയയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അല്പസമയം ദൈവത്തിൻ്റെ വചനവുമായി നമ്മളായിരിക്കുമ്പോൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനത്തെ ഒരുമിച്ച് ധ്യാനിപ്പാൻ, ദൈവവചനം അത് ഒരുമിച്ച് നമ്മുടെ ജീവിതത്തിനകത്ത് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ അത് അനുഗ്രഹമായി തീരാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുന്നു എങ്കിൽ ആ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ അതിനെ ഷെയർ ചെയ്യാൻ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ദൈവം സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി എനിക്ക് നിങ്ങളെ കാണാൻ കഴിയുന്നില്ല. എത്ര പേര് എങ്ങനെ പേര് നിങ്ങൾ മെസ്സേജ് എഴുതി തരുമ്പോൾ ഓക്കെ കാണാം. എഴുതുമ്പോഴത്തേക്ക് എനിക്ക് നിങ്ങളെ മനസ്സിലാക്കി പ്രാർത്ഥിക്കേണ്ടതാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ലൈവിൽ തന്നെ പ്രാർത്ഥിക്കേണ്ടതാണെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ ഞാനത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഒരിക്കൽ കൂടി കർത്താവ് സഹായിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. നമുക്ക് സുപരിചിതമായ ദൈവവചനമാണ് ഞാൻ നിങ്ങളുടെ നടുവിൽ വായിച്ചിരിക്കുന്നത്. ഒരുപാട് പ്രാവശ്യം ഒരുപാട് പേര് ആ വചനം ഇന്ന് കേട്ടിട്ടുണ്ട്. അതേ വചനം ഇന്ന് രാത്രിയിൽ ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഈ വചനം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടും. ദൈവവചനം പറയുന്നു, അനന്തര സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി. അപ്പോൾ സ്തേഫാനോസിന്റെ മേല് ദൈവിക കൃപയും ശക്തിയും എന്ത് ചെയ്തു ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തിന്റെ മേൽ ആ കൃപയും ശക്തിയും ഇന്ന് രാത്രി പകരപ്പെടുന്ന രാത്രിയാകട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, വചനം ശക്തമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, വചനം നമ്മൾ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി നമ്മുടെ മേൽ ഒരസാധാരണമായ ദൈവശക്തി പകരുന്ന രാത്രിയാകട്ടെ. ദൈവവചനം പറയുന്നു, കൃപയും ശക്തിയും നിറഞ്ഞവനായി. 1 കൃപ, 2 ശക്തി. അപ്പൊ ദൈവത്തിന്റെ കൃപയും ശക്തിയും നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ, നമ്മുടെ മേൽ ദൈവത്തിന്റെ കൃപയും ശക്തിയും നമ്മുടെ മേൽ വെളിപ്പെട്ടാൽ 2 കാര്യം നടക്കും. 1 അത്ഭുതം നടക്കും, 2 അടയാളം നടക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ തിരുവചനം നമ്മൾ പറയുമ്പോൾ, നമ്മുടെ നാവിൽ നിന്ന് പറയുമ്പോൾ, നമ്മളത് കേൾക്കുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, അത്ഭുതം നടക്കണം, അടയാളം നടക്കണം. ഏത് രീതിയിലുള്ള അത്ഭുതമാണോ, ഏത് രീതിയിലുള്ള അടയാളമാണോ നമുക്ക് ആവശ്യമേറിയത്, ദൈവത്തിൻ്റെ വചനം പറയുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും ഇതിനകത്തെന്ത് ചെയ്തു വെളിപ്പെട്ടു. അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. നോക്കിക്കേ, ഈ ഒരു ഭക്തനെ എടുത്തു പറഞ്ഞാൽ, കുറച്ചുകൂടെ പറഞ്ഞാൽ എന്ത് ചെയ്യാം, സ്തേഫാനോസിനെ നമുക്ക് എടുത്ത് ചൂണ്ടിക്കാട്ടുമ്പോൾ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നു. ആര്? സ്തേഫാനോസ്. ഇന്ന് രാത്രി ദൈവവചനം പറയുന്നു, അക്കാലഘട്ടത്തിൽ ഈ ആഹാരം പാകം ചെയ്ത, അല്ലെ ആഹാരത്തെ വ്യക്തികളിലേക്ക് നമ്മൾ ആഹാരം വിളമ്പാന്ന് പറയും അല്ലേ, ഈ ആഹാരം വിളമ്പിക്കൊണ്ടിരുന്ന ഈ ജനമായിരുന്നു ആര്, അല്ലെ ആഹാരം വിളമ്പിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ആര്? സ്തേഫാനോസ്. എക്സ്പീരിയൻസ് ഒന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല, അത് ദൈവിക വിടുതലൊന്നും നടത്തി അധികം പരിചയമില്ല. നമ്മൾ പറയല്ലേ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പറയത്തില്ലേ, എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല, എനിക്ക് അതിന് മാത്രമുള്ള കൃപയില്ല എന്നൊക്കെ നമ്മളെ പറ്റി പറയല്ലേ. പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറയുന്നു,
ഈ സ്തേഫാനോസ് തന്നെ ആക്കി വച്ചിരുന്ന ശുശ്രൂഷ, എന്ത് ശുശ്രൂഷ? ആഹാരത്തെ ജനത്തിലേക്ക് കൊടുക്കുവാൻ, അല്ലെങ്കിൽ ജനത്തിലേക്ക് ആഹാരം കൊടുത്തപ്പോ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു, ജനം ആഹാരം കഴിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ, ഇതിനെ അങ്ങോട്ട് ഷെയർ ചെയ്തോണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ കാണാൻ കഴിയുന്നു, അവൻ കൃപയ്ക്കകത്തും അത് ശക്തിയിലും അവൻ എന്ത് ചെയ്തു? അത് സ്തേഫാനോസ് നിറഞ്ഞിരുന്നു. ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായി ജനത്തോടായി ഇടപെടുന്നു. ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, ഞാനും നിങ്ങളും ആയിരിക്കുന്ന മേഖലയ്ക്കകത്ത്, എന്നെ നിന്നെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനത്ത്, ഒരുപക്ഷെ ഒരു കുടുംബസ്ഥയായിരിക്കാം, ഒരുപക്ഷെ നീ ജോലി സ്ഥലത്തായിരിക്കാം, ദൈവം ആക്കി വെച്ചിരിക്കുക, അല്ലെ നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന, നമ്മൾ ആയിരിക്കുന്ന സ്ഥാനത്ത് ഇതിനകത്ത് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാമോ? എന്റെ കർത്താവേ, ആ സ്തേഫാനോസിൽ പകർന്ന ആ ദൈവ കൃപ, ആ ദൈവശക്തി എന്റെ മേലൊന്ന് പകരണമെന്ന് ഒന്ന് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഇത് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, നമ്മുടെ മേൽ ആ ദൈവത്തിന്റെ കൃപയെ പകരുവാൻ കഴിയുമെന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങാമോ? ഇത് രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നു. സ്തേഫാനോസിൽ മേൽ പകർന്ന അതേ ശക്തി നിങ്ങളായിരിക്കുന്ന ജോലി മേഖലയ്ക്കകത്താകട്ടെ, നിങ്ങളായിരിക്കുന്ന വീട്ടിനകത്താകട്ടെ, പരിശുദ്ധാത്മാവ് ആക്കി വച്ചിരിക്കുന്ന സ്ഥാനത്ത് ഒരു ദൈവിക കൃപയ്ക്കകത്താണോ ഇത് രാത്രി നമ്മൾ ആയിരിക്കുന്നത്? പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിങ്ങൾ സാധാരണ വചനം കേൾക്കുന്നത് പോലെ ഈ വചനം നിങ്ങൾ കേട്ടോണ്ടിരിക്കരുത് കേട്ടോ. ഞാൻ ഈ വചനം വായിച്ചോണ്ടിരുന്നപ്പോ, ദൈവിക വചനം ശുശ്രൂഷിക്കുവാൻ ഞാൻ ഒരുങ്ങിയപ്പോ ഒത്തിരി നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്നോട് ദൈവാത്മാവ് ഇങ്ങനെയാ പറഞ്ഞത്, അസാധാരണമായ ഒരു ദൈവശക്തി ഇത് രാത്രി ദൈവവചനം കേൾക്കുന്ന തന്റെ ജനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് കൈമാറുമെന്ന് ഇത് രാത്രി ദൈവാത്മാവിനോട് പറവാനിടയായി. അങ്ങനെയെങ്കിൽ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് അടുത്തൊരു പദ്ധതിയിലേക്ക്, അടുത്തൊരു മേഖലയിലേക്ക് യേശുവിന്റെ നാമത്തിൽ തടസ്സങ്ങളെ ആത്മാവ് ഭേദിക്കട്ടെ. എനിക്കറിയാം ഇതിനകത്ത് ചില ദൈവിക വിടുതലുകൾ ഇതിനകത്ത് നടക്കും. അതിൻ്റെതായ ചെറിയ പ്രശ്നം എനിക്ക് കാണാൻ കഴിയുന്നു. ഇത് രാത്രി ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ആരൊക്കെ തയ്യാറാകുന്നു, ഇത് രാത്രി അവരുടെ മേലുള്ള അസാധാരണമായ ദൈവശക്തി പകരുന്ന രാത്രിയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ നോക്കിക്കേ, ഇവിടെ നമുക്ക് കാണുന്നു, ഇവർ ആഹാരം ചെയ്തുകൊണ്ട് കൊടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ അവരിൽ 7 പേരെ സെലക്ട് ചെയ്യുകയാ. 7 പേരെ സെലക്ട് ചെയ്ത് 7 പേരെ തിരഞ്ഞെടുക്കുമ്പോ ആ തിരഞ്ഞെടുക്കുന്നവരിൽ നിന്ന് 2 പേര് പുറത്തിറങ്ങി. എല്ലാരും 7 പേര് പുറത്തിറങ്ങിയതായിട്ട് കാണുന്നില്ല. 2 പേര്, അതിലൊന്ന് സ്തേഫാനോസ്, 2 നമുക്കറിയാം ഫിലിപ്പോസ്. ഇങ്ങനെ 2 പേര് അധികം. അതിനകത്ത് 7 പേരിൽ 2 പേരെ അവർ ശക്തരായി പുറത്തു വന്ന് ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വീഡിയോയിൽ ദൈവവചനം കേട്ടോണ്ടിരിക്കുമ്പോ ഒരുപക്ഷെ 1-2 പേര് ഈ വചനം കേൾക്കുമ്പോ ഒത്തിരി പേരെന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് ചിലരെ മാത്രം ഇത് രാത്രി തൊടുന്ന രാത്രിയാ. വിശ്വാസത്തോടെ എന്റെ അപ്പ എന്നോട് ഇന്ന് രാത്രി ആമേൻ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നു. ദൈവാത്മാവ് ശക്തമായി സംസാരിക്കുന്നു. ഇന്ന് രാത്രി ചിലരെ ഇന്ന് രാത്രി സ്വർഗത്തോടുന്ന രാത്രിയാ. ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായി പറയുന്നു, രാത്രി തൊടുന്ന രാത്രിയാന്ന് ആത്മാവ് ഇടപെടുന്നു. 7 പേരെ സെലക്ട് ചെയ്തു. 7 പേരെ സെലക്ട് ചെയ്ത് 2 പേർ പുറത്തു വന്നു. ആ 2 പേരിൽ ഒരാളെ ഞാൻ എടുത്തു പറഞ്ഞ സ്തേഫാനോസ്. നോക്കിയ ദൈവവചനം പറയുന്നു, ദൈവവചനം പരന്നു. നോക്കിയേ, അവർ എന്ത് ചെയ്തു? അപ്പോസ്തലന്മാരെ മുൻപാകെ നിർത്തി അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. അപ്പൊ ദൈവിക പദ്ധതിക്ക് വേണ്ടി കരം വെച്ച് എന്ത് ചെയ്തു? ശുശ്രൂഷയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തെടുത്തു. ഇത് രാത്രി ദൈവാത്മാവ് പറയുന്നു, ദൈവം നമ്മളെ കണ്ടതാണെങ്കിൽ, ദൈവം നമ്മളെ സെലക്ട് ചെയ്തതാണെങ്കിൽ, മനുഷ്യൻ മാറ്റി നിർത്തിയാലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന
ദൈവജനത്തോട് പരിശുദ്ധാത്മാ പറയുന്നു, എവിടെയൊക്കെ മനുഷ്യൻ നിന്നെ നീക്കി നിർത്തിയിട്ടുണ്ടോ, മനുഷ്യനെ മാറ്റി നിർത്തിയിട്ടുണ്ടോ, എന്നോട് ദൈവാത്മാ പ്രീത ഇത് രാത്രി ആത്മാവി പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ദൈവാത്മാ നമ്മളെ ചേർത്ത് പിടിക്കുന്ന മാനിക്കുന്ന ഒരു ദൈവം ഇത് രാത്രി നമ്മുടെ നടുവിലുണ്ടെന്ന് പറഞ്ഞാൽ ആമേൻ പറയാമോ? ഇവിടെ നോക്കിക്കേ, ദൈവാത്മാവ് ഇടപെടുന്നു. അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, ഈ എന്റെയും റിവൈവൽ മീഡിയയിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, ഇനി കാണാൻ പോകുന്ന ദൈവജനത്തിന്റെ മേൽ കൃപയും ശക്തിയും നിറയട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ നാമത്തിൽ വചനം നിങ്ങളുടെ മേൽ അങ്ങനെ തന്നെ ഇറങ്ങി നിൽക്കട്ടെ. വചനത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. നിങ്ങളുടെ കുടുംബത്തിനകത്തളത്തിൽ ഈ ഒരു ദൈവശക്തി വ്യാപരിക്കട്ടെ. കൃപയും ശക്തിയും മാനിക്കപ്പെടുവാൻ. സജിത ജെയിംസ് സമയം പറഞ്ഞു തുടങ്ങിക്കോ. കർത്താവ് സഹായിക്കാൻ പോകുക. നമ്മൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോണ്ടല്ലോ, ഏതൊക്കെ മേഖലയ്ക്കകത്ത് ഈ വചനം ചെല്ലണമോ, എവിടെയൊക്കെ ജാൻസി പ്രൈസല്ലോ കർത്താവ് സഹായിക്കട്ടെ, എവിടെയൊക്കെ ഈ വചനം ചെല്ലണമോ അവിടെയെല്ലാം എന്ത് ചെയ്യൂ എൻ്റെ കുഞ്ഞുങ്ങളെ, കർത്താവിൻ്റെ വചനം നമ്മൾക്ക് എത്താൻ കഴിയാത്ത മേഖലയ്ക്കകത്തു ചെന്നെത്തുവാൻ അത് ദൈവാത്മാവ് നമ്മുടെ മേലൊരു അസാധാരണമായ ദൈവശക്തി പകരുമെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അനുഭവം പറയാ. എന്നെ കർത്താവ് ശക്തമായി എഴുന്നേൽപ്പിക്കുവാനിടയായി. ഒരു കുടുംബത്തിനകത്തളത്തിൽ ഒരൊറ്റ വ്യക്തി എഴുന്നേറ്റാൽ മതി, ബാക്കി എല്ലാവരെയും എന്ത് ചെയ്യാം നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു. ലുദിയ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, പൗലോസ് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ലുദിയയുടെ ഹൃദയം തുറന്നു. എവിടെ ഇരുന്ന വചനം പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. പുഴവക്കത്തിരുന്നു കൊണ്ട് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ വിശ്വാസത്തോടെ ലുദിയ വചനത്തെ സ്വീകരിക്കാൻ തയ്യാറായപ്പോ അവളുടെ ഹൃദയം തുറന്നു. ദൈവത്തിന്റെ വചനം പറഞ്ഞപ്പോൾ ഹൃദയത്തെ തുറക്കുവാനിടയായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ചിലതിന്റെ ഹൃദയം തുറന്നാൽ നിന്റെ വീടിനകം മുഴുവൻ രക്ഷപ്പെടും. നിന്റെ വീടിനകം മുഴുവൻ എന്ത് ചെയ്യും? നരകതുല്യമായി നിൽക്കുന്ന വീടിന്റെ സിറ്റുവേഷൻ, ജീവിതത്തിനകത്ത് സ്വസ്ഥതയില്ലാതെ, ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, ജീവിതത്തിനകത്ത് തകർന്നു തീർന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലതിനെ ഇത് രാത്രി പരിശുദ്ധാത്മാവ് പൊക്കിയെടുക്കുന്ന രാത്രിയാണെന്ന് പറഞ്ഞാൽ ദൈവാത്മാവിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ, എന്താ എൻ്റെ കർത്താവ് ഇങ്ങനെയൊക്കെ ഞാൻ കടന്നു പോകുന്നതെന്ന് ചിന്തിക്കുമ്പോ ആത്മാവ് ഈ രാത്രി ഇടപെടുന്നു. നിന്റെ പുറത്തു കൊണ്ടുവരാ എൻ്റെ ദൈവശക്തനാണെന്ന്. നിന്റെ കുടുംബത്തെ പുറത്തു കൊണ്ടുവരാൻ, നിന്റെ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസം കൊണ്ടുവരാൻ, നിന്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത ചില മാറ്റങ്ങളെ കൊണ്ടുവരാൻ എൻ്റെ ദൈവശക്തനാണ്. ജീവിതത്തിനകത്ത് മുഴുവൻ തകർന്നു പോയെന്ന് പറഞ്ഞവരാണ് കേൾക്കുന്നത്. ദൈവാത്മാവ് തകരാൻ ദൈവം അനുവദിക്കത്തില്ല, തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അതിനു മുൻപേ തന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ളവൻ. ആമേൻ. ബ്രോ കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളെ എടുത്ത് ഉപയോഗിക്കുവാൻ പരിശുദ്ധാത്മാവ് പറയുന്നു, കൃപയും ശക്തിയും നിറഞ്ഞവനായി. ഹല്ലേലൂയ. ജനത്തിന്റെ നടുവിലൂടെ സ്തേഫാനോസ് സഞ്ചരിച്ചതുപോലെ ഇന്ന് രാത്രി ദൈവത്തിന്റെ അഭിഷക്തന്മാരെ, ദൈവത്തിന്റെ അഭിഷക്തമാരെ, ദൈവദാസിമാരെ, ദൈവമക്കളെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ ഇങ്ങനൊരു അഭിഷേകം പകർന്നിട്ട് നിങ്ങൾ വീട്ടിനകത്തൂടെ സഞ്ചരിച്ചാൽ വീടിനകം രക്ഷപ്പെടണം, വീടിനകത്ത് വിടുതൽ നടക്കണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഈ സ്തേഫാനോസിനെ പോലെ നിങ്ങൾ പട്ടണത്തിലൂടെ സഞ്ചരിച്ചാൽ പട്ടണ വിടുതൽ പ്രാപിക്കണോ? ദൈവാത്മാവ് പറയുന്നു, നിങ്ങൾ യാത്ര ചെയ്യുന്ന ഏത് വാഹനമായിരുന്നാലും വാഹനത്തിനകത്ത് കയറുന്നവർ വിടുതൽ പ്രാപിക്കണമെന്ന്, വാഹനത്തിനകത്ത് കയറി നിൽക്കുന്നവർ വിടുതൽ പ്രാപിക്കാൻ കഴിയണമെന്ന് ഇന്ന് രാത്രി ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ദൈവാത്മാവ് ശക്തമായി ഇടപെടുന്നു. ഇന്ന് രാത്രി നിങ്ങളെ സ്തേഫാനോസിനെ പോലെ, അയ്യോ ഏറെ കൊള്ളുമെന്ന് ഓർക്കണ്ട കേട്ടോ.
കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ആഹാരം കുറേ ദൈവദാസിമാർ ഞങ്ങളുടെ ഈ ദേശത്ത് ഒരു ദൈവിക ശുശ്രൂഷയും അനുബന്ധിച്ച് കുറേ പേര് ഞങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ഈ ദേശത്ത് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ സഭയായി എല്ലാവരും അവരെ നന്നായി ശ്രദ്ധിച്ചു. ഞാനിങ്ങനെ ആഹാരം പാകം ചെയ്ത് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ ഒരു വചനം അവർ ഇങ്ങനെ സംസാരിക്കുവാനിടയായി. സ്റ്റേഫാനോസിനെ പോലെയാണെങ്കിൽ കല്ലേറ് കൊള്ളൂ എന്ന് പറഞ്ഞു. അതിന് ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, കല്ലേറ് വരുമ്പോഴും സ്വർഗം തുറക്കുന്നത് സ്റ്റേഫാനോസ് കണ്ടത്. ഇത് രാത്രി വിശ്വസിക്കാമോ? എൻ്റെ നിന്റെ ജീവിതത്തിൽ ദൈവനാമ നിമിത്തം എന്തൊക്കെ വന്നാലും ഇത് ഞാൻ ഉറപ്പായി വിളിച്ചു പറയാം, നമ്മുടെ ദൈവം വിശ്വസ്തനായി ഇറങ്ങി നിൽക്കുമെന്ന്. ഞാനിത് തകർന്നു പോകാൻ അനുവദിക്കാതെ, ഞാനിത് ക്ഷീണിച്ചു പോകാൻ അനുവദിക്കാതെ, ഒറ്റപ്പെട്ടു പോകാൻ അനുവദിക്കാതെ. ഇത് രാത്രി ഒറ്റപ്പെട്ടവർ ഇതിനകത്ത് കേൾക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഇതിന് ഒറ്റപ്പെടൽ മാറാൻ പോകുക, നിന്റെ തകർച്ചകൾ മാറാൻ പോകുക, നിന്റെ പരാജയം ജയമാകാൻ പോകുക. ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, സ്റ്റേഫാനോസ് ഇവിടെ ഇങ്ങനെയാ പറയുന്നത്. അവരെന്ത് ചെയ്തു? കുറെ പേര് അവിടെ വന്നിട്ട് സ്റ്റേഫാനോസിനോട് തർക്കിച്ചു. എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി തർക്കവാദവും നടക്കുന്ന ചില വിഷയത്തിന്മേൽ ദൈവാത്മാവ് നിനക്ക് ഉത്തരമരളാൻ പോകുകയാണ്. തർക്കവാദവുമായി നിൽക്കുന്ന ദൈവാത്മാവ് കേസ് സംബന്ധമായി ചിലരെ പരിശുദ്ധാത്മ ഇന്ന് രാത്രി ഇതിനകത്തു വിടുതലയക്കാൻ പോകുകയാണ്. ദൈവാത്മാവ് ഇടപെടുന്നു. തർക്കവാദവും തർക്കിക്കുന്നവർ ജയിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങി നിൽക്കുന്നവരുണ്ട് കേട്ടോ. അത് ഏത് വഴി കൂടെ പോയാണേലും തർക്കിച്ച്, ചിലർക്ക് മിണ്ടാൻ അറിയത്തില്ല, ചിലർക്ക് പറയാൻ അറിയത്തില്ല. വേണ്ട മക്കളെ, നിങ്ങൾ മിണ്ടണ്ട. അതിന്റെ ഭാഗത്ത് ന്യായമുണ്ടോ? ദൈവാത്മാവ് ന്യായത്തെ, ഒരു ദിവസം നീതിയെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി ഇടപെടുന്നു. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വചനം പറയുമ്പോൾ മനസ്സിലാവുന്നത് വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, നോക്കിക്കേണ്ട, അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാ, നിന്റെ മേലൊരു അസാധാരണമായ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ടോ? കൃപയും ശക്തിയും നിന്റെ മേലുണ്ടോ? ഇന്ന് രാത്രി ജ്ഞാനം വെളിപ്പെടും, വിവേകം വെളിപ്പെടും. ദൈവാത്മാവ് നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകം തർക്കത്തിന്റെ വാദത്തിന്റെ നടുവിൽ ആരെ തർക്കിച്ച് തോൽപ്പിക്കാനല്ല ഞാൻ പറയുന്നത്. പക്ഷെ ദൈവാത്മാവ് സ്റ്റേഫാനോസിനെ എടുത്തുപയോഗിച്ചതുപോലെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എതിർത്ത് നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ലെന്ന്. എന്ന് പറഞ്ഞാൽ ദൈവാത്മാ പറയുക, എതിർത്തു നിൽപ്പാൻ കഴിയാത്ത ഒരഭിഷേകം ഇന്ന് രാത്രി എന്നോട് ദൈവാത്മാ പറയുന്നു. അഭിഷക്തന്മാരോട് ശക്തമായി ഇന്ന് രാത്രി ഇടപെടുന്നു. ആരൊക്കെയോ നമുക്കെതിരെ തർക്കവാദമായി എഴുന്നേൽക്കുമ്പോ ആത്മാവ് ഇടപെടുന്നു. സ്റ്റേഫാനോസിനെ പോലെ ഇന്ന് രാത്രി ചിലതിന് മേൽ അസാധാരണമായ ദൈവശക്തി, അസാധാരണമായ ദൈവകൃപ ഇന്ന് രാത്രി പകരുന്ന രാത്രിയാന്ന് പറഞ്ഞാൽ ആമേൻ പറയാമോ? ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചിലതിന്റെ തല ഉയർത്താൻ പോകുകയാണ്. ചിലരോട് ദൈവാത്മാവ് ഇടപെടാൻ പോകുകയാണ്. ആത്മാവ് ഇടപെടുന്നു. നോക്കിക്കേ, ദൈവത്തിന്റെ വചനം പറയുന്നു, എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്റെ മേൽ ഒരു ദൈവകൃപ വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്നത് തോൽപ്പിക്കാത്തൊരു ദൈവകൃപ ഇന്ന് രാത്രി ഏതൊക്കെയോ മേഖലയ്ക്കകത്ത് പറഞ്ഞു നിൽക്കാൻ കഴിയാതെ, അവനോട് നീതിയെ വെളിപ്പെടുത്താൻ കഴിയാതെ എവിടെയൊക്കെയോ വെപ്രാളപ്പെടുന്നവർ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നു. പരിശുദ്ധാത്മാ പറയുന്നു, ഇന്ന് രാത്രി ഒരു എസ്തേറിനെ പോലെ ദൈവാത്മാ പറയുന്നു, മൊർദെഖായി നോക്കിയേ, എസ്തേറിന് ഒരു രാജ്യത്തില് ഒരു നിയമം തന്നെ തന്റെ ജനത്തെ തകർത്തു മുടിക്കുവാൻ, കൊന്നു മുടിക്കുവാൻ ഒരു നിയമം എന്തിയോ പൊട്ടിപ്പുറപ്പെടുമ്പോ, ഹാമാൻ എഴുതി ചേർക്കുമ്പോ, ദൈവാത്മാവ് സകലത്തെ തീർക്കണമെന്നോ ഒരു തീർപ്പ് കൽപ്പിക്കുമ്പോ ദൈവാത്മാവ് ഇങ്ങനെ പറയുക, ആ നിയമം തിരിച്ചറിഞ്ഞിട്ട് മൊർദെഖായി രട്ടിലും വെണ്ണിലും ഇരിക്കാൻ തയ്യാറായി. നിന്റെ ജീവിതത്തിനകത്ത് വരുന്ന തകർച്ചയുണ്ടല്ലോ, നിന്റെ ജീവിതത്തിനകത്ത് വരുന്ന പരാജയമുണ്ടല്ലോ, മറ്റുള്ളവരുടെ മുമ്പിൽ നീ അവമാനിക്കപ്പെടുമ്പോ, മറ്റുള്ളവരുടെ മുമ്പിൽ നീ ഒരു ചോദ്യചിഹ്നമാകുമ്പോ, ദൈവം മനുഷ്യനോട് നീ വാദിക്കണ്ട കേട്ടോ. മനുഷ്യനോട്
എസ്തേറിനോട് നീ മിണ്ടണ്ട കേട്ടോ. ഇന്ന് രാത്രി മൊർദെഖായിയെ പോലെ രട്ടിലും വെട്ടിയിലും ഇരിക്കാൻ നീ തയ്യാറായാൽ ദൈവാത്മാവ് ഒരു എസ്തേറിനെ എഴുന്നേൽപ്പിച്ച ഒരു ജനത്തിന്റെ മോചനത്തിന് വേണ്ടി, ഒരു ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവാത്മാവ് എടുത്തു ഉപയോഗിച്ചതുപോലെ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി, നിന്റെ ജീവിതത്തിന് വേണ്ടി, നിന്റെ സമൂഹത്തിന് വേണ്ടി ദൈവാത്മാവ് ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോകുകയെന്ന് പറഞ്ഞാൽ ആമേൻ പറയാമോ? യേശുവിന്റെ നാമത്തിൽ. എന്താണെന്നറിയാമോ? ദൈവവചനം പറയുന്നു, അത് എസ്തേറിനോട് ചെന്ന് മൊർദെഖായി ഇങ്ങനെയാ പറഞ്ഞത്, നീ ഈ സമയം മിണ്ടാതിരുന്നാൽ. എസ്തേർ എവിടെയാ? രാജസന്നിധിയില. രാജസന്നിധിയിൽ ഇരിക്കുമ്പോൾ എസ്തേർ ഇരിക്കുമ്പോൾ എസ്തേറിന്റെ അവിടെ ഒരു കുറവുമില്ല. പക്ഷേ പുറത്തെന്തിയാ? മൊർദെഖായി രട്ടിലും വെട്ടിലും ഇരിക്കുക. എന്താണെന്നറിയാമോ? ഇവരൊരു നിയമം വന്നു, ജനത്തെ കൊന്നുപിടിക്കാൻ, ജനത്തെ തീർക്കുവാൻ ഒരു തീർപ്പ് എന്ത് ചെയ്തു? അതെ, ഒരു തീർപ്പ്, ഒരു രേഖ എന്ത് ചെയ്തു? ജനത്തിന്റെ നടുവിൽ എഴുന്നേറ്റപ്പോ ഒരു രേഖ എഴുതിയപ്പോ, ഇത് രാത്രി രേഖ എഴുതിയാലെന്നാ, എന്തെഴുതിയാലല്ല, ഞാനിങ്ങനെ ഒക്കെ ഉള്ളത് പറഞ്ഞിരിക്കുന്നവരെ അല്ല, കണ്ടിട്ട് കാണാതെ പോകുന്നവരെ അല്ല ഞാൻ പറയുന്നത്. നിന്റെ വിഷയത്തെ ആധികാരികതയോടെ നിന്റേതാണെന്ന്, നിന്റെ തകർച്ച നിന്റേതാണെന്ന് മനസ്സിലാക്കി ഇറങ്ങി നിൽക്കാൻ, രട്ടിലും വെണ്ണിലും ഇരുന്ന് കരയാൻ തയ്യാറായാൽ ദൈവാത്മാവ് മൊർദെഖായി ചെന്ന് എസ്തേറിനോട് പറയുക, നീ ഈ സമയം മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരിടത്തു രക്ഷയും ഉദ്ധാരണം ഉണ്ടാകും. നീ നിന്റെ പൃഥുഭവനം നശിച്ചു പോകുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി നീ വാദിക്കാതെ, മറ്റുള്ളവർക്ക് വേണ്ടി നീ ഇടപെടാതെ, മറ്റുള്ളവർക്ക് വേണ്ടി നീ സംസാരിക്കാൻ നീ മിടുക്കന. പക്ഷേ നിന്റെ കാര്യത്തിലേക്ക് വന്നപ്പോ എന്താ നീ തളർന്നു പോന്നെ, നീ ക്ഷീണിച്ചു പോന്നെ? എന്താ? ഇത് രാത്രി ദൈവാത്മാവ് നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി ഇത് രാത്രി ഒന്ന് കണ്ണീരോടെ ഇരിക്കാൻ പറ്റുമോ? രട്ടിലും വെണ്ണിലും ഇരിക്കാൻ പറ്റുമോ? ഉപവാസത്തോട് കരച്ചിലോട് ഇരിക്കാൻ പറ്റുമോ? ദൈവാത്മാവിന്റെ കരച്ചിലെ കാണുന്ന, നിന്റെ പരാജയത്തെ ജയമാക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഉണ്ടെന്ന് പറഞ്ഞാൽ ആമേൻ പറഞ്ഞു തുടങ്ങിക്കേ. ഹല്ലേലൂയ. എനിക്കറിയാം ഇതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ഇതിനകത്ത് വെളിപ്പെടും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുന്നു. ജയത്തിന്റെ രാജാവേ ജയമെടുക്കുന്നു. നോക്കി, എസ്തേർ ഉപവാസത്തോട് പ്രാർത്ഥനയോടുമായപ്പോ സമയത്തിനു മുൻപ് രാജസന്നിധി ചെന്ന എസ്തേറിന് പൊഞ്ചങ്കോൾ നീട്ടിയെന്ന്, അവളോട് കരുണ തോന്നിയെന്ന്, അവളോട് ദയ തോന്നിയെന്ന് എന്ന് പറഞ്ഞാൽ അവള് കയറി ചെന്നത് ഒരു കൂട്ടം ജനത്തിനു വേണ്ടി, അല്ല ജനത്തിനു വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവ് നമ്മളെ ആക്കി വെച്ചേക്കുന്നത് നമുക്ക് മാത്രമാണെന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ, ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഒരു കൂട്ടം ജനത്തിനു വേണ്ടിയാന്ന്, എൻ്റെ യേശുവിന് പകരം ഒരു മീഡിയേറ്ററായി, എൻ്റെ യേശുവിന് പകരം നമ്മളത് ഇറങ്ങി നിൽക്കുകയാണെന്ന് ഉള്ളൊരു ചിന്തയ്ക്കകത്താണെങ്കിൽ ഇന്ന് രാത്രി എനിക്ക് നിനക്ക് പ്രയാസം ഉണ്ടാകത്തില്ല, എനിക്ക് നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. മറ്റുള്ളവരുടെ പ്രയാസത്തെ, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടെ നമുക്ക് കാണാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ഇറങ്ങി നിൽക്കാൻ തയ്യാറാണോ? ഇവിടെ നമുക്ക് കാണുന്നു സ്തേഫാനോസിന്റെ മേൽ ഒരു വലിയ ദൈവപ്രവൃത്തി. എന്താണെന്നറിയോ? അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുമ്പോ, സ്തോത്രം, ദൈവനാമ നിമിത്തം നിന്നിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുമ്പോ ജനത്തിന്റെ നടുവിൽ കോളിളക്കം സൃഷ്ടിക്കാം. ജനത്തിന്റെ നടുവിൽ എന്ത് ചെയ്യാം? പ്രതികരണം ഉണ്ടാകാം. പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ നിനക്കെതിരെ എഴുന്നേൽക്കാം. ഇന്ന് രാത്രി ദൈവാത്മാവ് ഈ സ്തേഫാനോസ് ഒരിക്കലും ജനത്തിന് നടുവിൽ പ്രതികൂലമായിട്ടല്ല നിന്നത്, അനുകൂലമായിട്ട് ജനത്തെ വീണ്ടെടുക്കാൻ, ജനത്തെ വിടുവിക്കാൻ, ജനത്തെ രക്ഷിക്കാൻ. നമുക്കറിയാം, ഒരുപാട് പേർ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേർ കണ്ണുനീരോടെ ആയിരിക്കുന്നവരുണ്ട്. ഒരുപാട് പേർ ദൈവനാമ നിമിത്തം അതെ അപമാനിക്കപ്പെടുന്നവരുണ്ട്. ഒരുപക്ഷെ ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാക്ക് തെറ്റിപ്പോയാൽ ആ വാക്ക് മുഖാന്തരം എന്ത് ചെയ്യുക? നമ്മൾ നിന്ദിക്കപ്പെടാം, നമ്മൾ അപമാനിക്കപ്പെടാം. പക്ഷെ ഇന്ന് രാത്രി ഒന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്നെയും നിന്നെ ആക്കി വെച്ചിരിക്കുന്ന മേഖലയ്ക്കകത്ത് വിശ്വസ്തയോടെ നിന്നാൽ, ദൈവാത്മാവ് സത്യസന്ധതയോടെ നിന്നാൽ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകും. ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അഭിഷക്തന്മാരോട് പരിശുദ്ധ
പരിശുദ്ധാത്മാ പറയുന്നു, ഈ സ്റ്റേഫാനോസിനെ പോലെ ദൈവകൃപയും ശക്തിയും നിറഞ്ഞിട്ട് ജനത്തിന്റെ നടുവിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തിയ അഭിഷക്തന്മാർ ഇന്ന് രാത്രി എവിടെയൊക്കെയോ ബന്ധിക്കപ്പെടുന്നുണ്ടോ, എവിടെയൊക്കെയോ ഉടയപ്പെടുന്നുണ്ടോ, എവിടെയൊക്കെയോ പിടിച്ചു കെട്ടാൻ പദ്ധതി ഒരുക്കുന്നുണ്ടോ, ഒരു കാര്യം വിളിച്ചു പറയാ, അവരുടെ നടുവിൽ ഒരു ദൈവമഹത്വം വെളിപ്പെടുത്താൻ, അവരുടെ നടുവിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നെന്ന് ഇന്ന് രാത്രി ആമേൻ പറഞ്ഞു തുടങ്ങിക്ക്. തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഒന്ന് എഴുന്നേൽക്കാൻ, തന്റെ ഭക്തന്മാരുടെ കണ്ണുനീർ കാണാൻ, തന്റെ ഭക്തന്മാരുടെ നിലവിളി കേൾക്കാൻ, അവരുടെ കണ്ണുനീരിന് വേണ്ടി അവരുടെ കണ്ണുനീരൊന്ന് ഒപ്പാൻ ഇന്ന് രാത്രി എത്ര പേർ റെഡിയാകുന്നു? എന്റെ യേശു അപമാനം കേട്ടത്, എന്റെ യേശു നിന്ന കേട്ടത്, എന്റെ യേശു ക്രൂശിക്കപ്പെട്ടത് ഒരിക്കലും യേശുവിന് വേണ്ടി അല്ല, നമ്മളെ വീണ്ടെടുക്കാൻ, തന്റെ ജനത്തെ വീണ്ടെടുക്കാൻ. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിൽ ദൈവം തന്റെ ഭക്തന്മാരെ ഇറക്കി നിർത്തുമ്പോ ഒരുപക്ഷെ അപമാനിക്കപ്പെടാ, ഒരുപക്ഷെ നിന്ദിക്കപ്പെടാ, ഒരുപക്ഷെ കണ്ണുനീരോടെയാകാ, ഒരുപക്ഷെ ഒറ്റപ്പെടുത്താ, എല്ലാവരിൽ നിന്നും മാറ്റി നിർത്താ. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാ, കൃപയും ശക്തിയും നിറഞ്ഞവനായി അതീവ ശക്തിയോടെ അല്ലാതെ ഒരിക്കലും തകർന്നു പോകത്തില്ല, ക്ഷീണിച്ചു പോകത്തില്ല. ആമേൻ. ഒരു കൊച്ചു കുഞ്ഞാണേലും വന്നാൽ അവരെ തട്ടി എഴുന്നേൽപ്പിച്ചാൽ മതി. ഒരു കാര്യം ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു, സമയാസമയങ്ങളിൽ ഈ ദൈവഭക്തന്മാർ കടന്നു പോകുന്ന ഒരു സാഹചര്യവും ദൈവം അറിയാതെ അല്ല, ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ദൈവം അറിഞ്ഞോണ്ട് തന്നെയാ സഹോദരങ്ങളെ നമ്മൾ ഈ കടന്നു പോകുന്ന സാഹചര്യം. നമ്മൾ പറയുന്നില്ലേ, എൻ്റെ ദൈവമേ എന്തൊരു സാഹചര്യം, ആർക്കും ഇല്ലാത്ത കഷ്ടത, ആർക്കും ഇല്ലാത്ത പ്രയാസം, ആർക്കും ഇല്ലാത്ത ബുദ്ധിമുട്ട്, ആരും അനുഭവിക്കാത്ത കണ്ണുനീര്, ആരും അനുഭവിക്കാത്ത നിന്ദ പറയുന്നില്ലേ നമ്മള്. ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നു, ആർക്കും ഇല്ലാത്തൊരു അഭിഷേകം, ആർക്കും ഇല്ലാത്തൊരു ദൈവകൃപ ദൈവം നിങ്ങളുടെ മേൽ തരാൻ പോവുകയാ. എന്നെ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മ ചിലതിൻ്റെ മേൽ, ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്നോട് ദൈവാത്മ പറഞ്ഞൊരു വാക്ക് പറയാ, ചിലതിൻ്റെ മേൽ കൃപയും ശക്തിയും നിറഞ്ഞിട്ട് ജനത്തിന്റെ നടുവിൽ സഞ്ചരിക്കാൻ പോകുകയാണ്. ജനത്തിന്റെ നടുവിൽ കൂടി സഞ്ചരിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവാത്മർദ്ദം മാനുഷികമായി ഒരു മീഡിയ ഒരു ഏരിയ മാത്രമല്ല, എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു യേശുവിനെ പോലെ ഇറങ്ങി നിൽക്കുന്ന ചിലതിനെ ഇന്ന് രാത്രി സ്വർഗം എഴുന്നേൽപ്പിക്കുന്ന രാത്രിയാകട്ടെ. അഭിഷിക്തന്മാരെ ശക്തിയോടെ എഴുന്നേൽപ്പിക്കട്ടെ, ദൈവജനത്തെ ശക്തിയോടെ എഴുന്നേൽപ്പിക്കട്ടെ, കുഞ്ഞുങ്ങൾ ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ എഴുന്നേൽപ്പിക്കട്ടെ, കുഞ്ഞുങ്ങളെ ശക്തിയോടെ എഴുന്നേൽപ്പിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയാത്തത്, നമ്മളെ കൊണ്ട് പറ്റാത്തത് ഈ കാലഘട്ടത്തിൽ ആരിലൂടെയാണോ ചെയ്യാൻ പറ്റുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ ചേർത്ത് പിടിക്കുക, അവരെ ബലപ്പെടുത്തുക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചിലരെ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ചിലരെ ഇന്ന് രാത്രി എഴുന്നേൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി എന്നോട് പരിശുദ്ധാത്മ പറയുന്നു, ദൈവനാമ നിമിത്തം ആരൊക്കെയോ, ദൈവാത്മ പറയുന്നു, ആരൊക്കെയോ മറ്റുള്ളവരുടെ മുമ്പിൽ ചോദ്യചിഹ്നത്തോടെ ആയിരിക്കുന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനത്തോടെ ആയിരിക്കുന്നു. ദൈവാത്മ അവരുടെ മുമ്പിൽ നിൽക്കുവാൻ തക്കവണ്ണം ദൈവം നിന്റെ നാവിനെ ബലപ്പെടുത്താൻ പോകുക, നിന്നെ ശക്തീകരിക്കാൻ പോകുക. സ്റ്റേഫാനോസിനെ ബലപ്പെടുത്തിയതുപോലെ, സ്റ്റേഫാനോസിനെ ശക്തിപ്പെടുത്തിയതുപോലെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് നിങ്ങളുടെ മെസ്സേജ് എനിക്ക് കാണാൻ പറ്റുന്നില്ല, നിങ്ങളുടെ പേരെനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇത് രാത്രി ദൈവാത്മാവ് ശക്തമായി പറയുന്നു, എഴുന്നേൽക്കാൻ തയ്യാറാണോ? ദൈവാത്മാവ് ശക്തമായി നിങ്ങളെ എടുത്തുപയോഗിക്കും യേശുവിന്റെ നാമത്തിൽ. ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്ക്. ഇന്ന് രാത്രി നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ദേവദാസന്മാരെ, നമുക്ക് വേണ്ടി ഇടപെടുന്ന, നമുക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുക. നിങ്ങൾ തളർന്നു പോകാതെ, നിങ്ങൾ ക്ഷീണിച്ചു പോകാതെ, ഇന്ന് രാത്രി നമ്മളെ ബലപ്പെടുത്തുന്ന, നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ക്ഷീണിപ്പിക്കാത്ത, തളർത്തിക്കളയാത്ത ഒരു ദൈവം
എത്ര പ്രാവശ്യം നമ്മളെ തട്ടി എഴുന്നേൽപ്പിക്കണമോ? ഏലിയാവിനെ തട്ടി എഴുന്നേൽപ്പിച്ചതുപോലെ. ഏലിയാവിനെ 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം. ഏലിയാവിനെ എങ്ങനെ തട്ടി എഴുന്നേൽപ്പിക്കണോ? കല്ലിച്ചുട്ട് അടയും ഒരു തുരുത്തി വെള്ളവും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ഒരു ഭക്തനെ, ഒരു ഭക്തയെ, ഒരു തലമുറയെ, ഒരു കുഞ്ഞിനെ, ഒരു ദൈവദാസിയെ, ഒരു ദൈവദാസനെ, ഒരു സഹോദരങ്ങളെ, ഇത് രാത്രി സഹോദരങ്ങളെ, ദൈവാത്മാവ് നിങ്ങളെ എങ്ങനെയാണോ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവാത്മാവ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്, നിങ്ങളെ ആയിരിക്കുന്ന സാഹചര്യത്തിനകത്ത് ദൈവാത്മാവ് നിങ്ങളെ ആരിലൂടെയാണോ നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, എൻ്റെ അനുഭവം പറയാം. എന്നെ വിടുവിക്കുവാൻ ദൈവം ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും അവർക്കൊരു ബുദ്ധിമുട്ട് ഞാൻ ആയിത്തീരത്തില്ല, അവർക്ക് ഞാനൊരു ബാധ്യതയായിത്തീരത്തില്ല. അവരെന്നെ പുറത്ത് കൊണ്ടുവരും വരെ, അവരെന്നെ പുറത്തിറക്കും വരെ അവരെൻ്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? വിശ്വസിച്ച് ആമേൻ പറയാമോ? ദൈവാത്മാവ് ഇന്ന് രാത്രി ഞാൻ കാണുന്നു. ഇന്ന് രാത്രി ദൈവം സഹായിക്കട്ടെ. ആമേൻ. ഡൽഹി പട്ടണത്തെ തിരിച്ചു പിടിക്കാൻ, നമ്മൾ പിടിച്ചെടുക്കാൻ ദൈവം എന്ത് ചെയ്യും? നമ്മൾ ആയിരിക്കുന്ന ഇടത്ത്, ആയിരിക്കുന്ന പട്ടണത്തിൽ, ആയിരിക്കുന്ന ദേശത്ത്, ആയിരിക്കുന്ന രാജ്യത്ത് ദൈവം നമ്മളെ എടുത്തുപയോഗിക്കുമെന്ന് പറഞ്ഞാൽ ആമേൻ പറഞ്ഞ് ദൈവാത്മാവ് ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, അഭിഷക്തന്മാരോട് തന്നെ ദൈവാത്മ പറയുന്നു, എതിർത്തു നിൽപ്പാൻ കഴിഞ്ഞില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളോട് എതിർത്തു നിൽക്കുന്ന വൻ ശക്തികളാകട്ടെ, നിങ്ങളെക്കാൾ വലിയവരാകട്ടെ, നിങ്ങളെക്കാൾ ചെറിയവരാകട്ടെ, ഇന്ന് രാത്രി നിങ്ങളൊരു ക്വസ്റ്റ്യൻ മാർക്കിന്റെ അകത്താണോ നിങ്ങളായിരിക്കുന്നത്? നിങ്ങൾ ആരുടെയും മുമ്പിൽ എന്ത് ചെയ്യുക? വലിയ പ്രതിസന്ധിക്കകത്താണോ ഇന്ന് രാത്രി ആയിരിക്കുന്നത്? എന്നോട് ദൈവാത്മാവ് സ്തെഫാനോസിനെ പോലെ ഇന്ന് രാത്രി നിങ്ങളുടെ നാവിനെ സ്വർഗ്ഗം ശക്തീകരിക്കാൻ പോകുക, നിങ്ങളുടെ നാവിനെ കർത്താവ് ബലപ്പെടുത്താൻ പോകുക. ചിലർ ക്യാൻസർ കൊടുക്കാൻ സ്തെഫാനോസിനോട് എതിർത്തു നിൽക്കുവാൻ ആർക്ക് കഴിഞ്ഞില്ല? ഒരു കൂട്ടം ജനത്തിന് കഴിഞ്ഞില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒരു കൂട്ടം ജനത്തിനെ എന്ത് ചെയ്യുക? ഒറ്റപ്പെടുത്തുന്നുണ്ടോ? ദൈവനാമ നിമിത്തമാണ് കൃപയും ശക്തിയും നിറഞ്ഞിട്ട് ജനത്തിന് നടുവിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തപ്പോ ജനം വിടുതൽ പ്രാപിക്കുന്നു. അതാ വേറൊന്നുമല്ല. നിങ്ങളിലൂടെ ജനം വിടുതൽ പ്രാപിച്ചാൽ, നിങ്ങളിലൂടെ ജനം എന്തിയ മോചനം പ്രാപിച്ചാൽ, പിന്നെ നിങ്ങളെ അടക്കി ചുമ്മാ ഇരുത്തു നിർത്തണോ? നിങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാകാം, സ്തെഫാനോസിനെ പോലെ പ്രതികൂലമുണ്ടാകാം. പക്ഷെ ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാം, സ്തെഫാനോസിനെ ബലപ്പെടുത്തിയ ഒരു ദൈവം ഇന്ന് രാത്രി നിങ്ങളുടെ നാവിനെ ബലപ്പെടുത്താൻ എന്താ പറഞ്ഞതെന്നറിയാമോ? സ്തെഫാനോസിന്റെ മേൽ സംസാരിക്കുവാൻ ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്തു നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ലെന്ന്. അങ്ങനെയെങ്കിൽ നമ്മുടെ മേലുള്ള അഭിഷേകം എതിർത്തു നിൽക്കാൻ കഴിയാത്ത റേഖേനിയ ശൈലപ്രമാണം ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ, ആത്മാവിലൊന്ന് പ്രതികരിച്ചു തുടങ്ങിക്കേ. ഇത് രാത്രി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ രാജ്യങ്ങളെ തൊടുന്നൊരു അഭിഷേകം, വ്യക്തികളെ തൊടുന്നൊരു അഭിഷേകം ചിലരെ ഇന്ന് രാത്രി പുറത്തു കൊണ്ടുവരട്ടെ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി ചിലർ സംസാരിക്കട്ടെ. എന്നോട് ദൈവം ചിലർക്ക് വേണ്ടി വാദിക്കാൻ സ്വർഗത്തിലെ ദൂതനിറങ്ങാൻ പോകുക. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പത്രോസിന് വേണ്ടി സമശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. പത്രോസിനെ കാരാഗ്രഹത്തിൽ എന്ത് ചെയ്തു? പൂട്ടി. ശ്രദ്ധയോടെ ജനം പ്രാർത്ഥിച്ചു. ഒന്ന്, കാരാഗ്രഹത്തിൽ ദൈവത്തിന്റെ ദൂതനിറങ്ങി. ഇന്ന് രാത്രി ദൈവാത്മാവ് ഭക്തന്മാർക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി അന്ന് മാത്രമല്ല ദൂതനിറങ്ങുന്നത്, ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി ഇന്നും ഇറങ്ങുവാൻ, ഇന്ന് നമുക്ക് വേണ്ടി വാദിക്കുന്ന, ഇന്ന് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന, ഇന്ന് നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന, ഇന്ന് നമ്മുടെ കഷ്ടതയ്ക്കകത്ത്, നമ്മുടെ പ്രയാസത്തിനകത്ത്, നമ്മുടെ ഒറ്റപ്പെടലിനകത്ത് പൂട്ടിയിട്ടിരിക്കുന്നതിനകത്തൂന്ന് ദൈവാത്മാവ് പുറത്തു കൊണ്ടുവരാ. ദൈവാത്മാവ് പത്രോസിനെ പുറത്തു കൊണ്ടുവന്നതുപോലെ ഇത് രാത്രി ചിലരെ പുറത്തു കൊണ്ടിരുന്ന രാത്രിയാ. ദൈവനാമ നിമിത്തം യാക്കോബിനെ കൊന്നതുപോലെ പത്രോസിനെ കൊല്ലാൻ നോക്കിയാൽ പത്രോസിന്റെ മേലുള്ള അഭിഷേകം, പത്രോസിന് വേണ്ടി ഒരു സഭ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ദൈവഭക്തന്മാരെ, ദൈവജനമേ,
പരിശുദ്ധാത്മാവരോട് ഇങ്ങനെ പറയാൻ പറയുന്നു, നീ ബന്ധിക്കപ്പെട്ടിരിക്കുമ്പോഴോ, നീ ബന്ധനത്തിലായിരിക്കുമ്പോഴോ, നീ കഷ്ടത്തിലായിരിക്കുമ്പോഴോ, ആ കഷ്ടതയുടെ നടുവിൽ നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ഒരു കൂട്ടം ജനമുണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ ഏത് കഷ്ടത്തിലായാലും അതിനകത്തുനിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ളൊരു ദൈവം ഇന്ന് രാത്രി ഉണ്ടെന്ന് പറഞ്ഞാൽ ആമേൻ പറ. ഈ ലോകം നിന്നെ പൂട്ടിയിടാം, ഈ ലോകം നിന്നെ എന്ത് ചെയ്യാം, പൂട്ടാം. എന്തുകൊണ്ടാണ് പത്രോസിനെ പൂട്ടിയത്? ഹെരോദാവിനോട് പറഞ്ഞു ഹെരോദിയെ ഭാര്യയായി വെക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞ ദൈവഹിതമില്ലാത്ത മറ്റൊരുവന്റെ ഭാര്യയെ എന്ത് ചെയ്യാ നിനക്ക് ഭാര്യയായി കൂട്ടുന്നത് ശരിയല്ല എന്ന് യോഹന്നാനെ പറ്റി ഞാൻ പറഞ്ഞപ്പോ അവന്റെ തലയെന്ന് ഛേദിച്ചു. ഇത് രാത്രി ദൈവാത്മാവ് ദൈവനാമ നിമിത്തം പത്രോസ് അടയ്ക്കപ്പെട്ടു. ദൈവാത്മാവ് ഇങ്ങനെയാ പറയുന്നത്. പത്രോസ് അടയ്ക്കപ്പെട്ടപ്പോഴും 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. ഒരു സെക്കൻഡ് ഞാനൊന്ന് നോക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെയാ പറയുന്നത്, അക്കാലത്ത് ഹെരോദ രാജാവ് സഭയിലെ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈ നീട്ടി. യോഹന്നാന്റെ സഹോദരൻ യാക്കോബിനെ അവൻ വാളുകൊണ്ട് കൊന്നു. എന്തൊരു സന്തോഷം അല്ലേ! ഒരാൾ തകരുമ്പോ എന്തൊരു സന്തോഷമാണ്. സന്തോഷിക്കുന്നവരുണ്ടാവും, നമുക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഒരാൾ തകരുമ്പോ, ഒരാൾ തീരുമ്പോ, വാളുകൊണ്ട് കൊല്ലുമ്പോ അഡ്ഡസിക്കുന്നവരുണ്ടാകാം, ചിരിക്കുന്നവരുണ്ടാകാം. പക്ഷേ രക്തത്തിനെ ചോദിക്കുന്ന രക്തത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു സമയമുണ്ടെന്ന് ദൈവാത്മാവ് ഇടപെട. നോക്കിക്കേ, അങ്ങനെ എന്ത് ചെയ്തു? അത് യഹൂദന്മാർക്ക് പ്രസാദമായെന്ന് കണ്ടിട്ട് അവർ പത്രോസിനെയും പിടിച്ചു. ഒരാളെ കൊല്ലുമ്പോൾ അടുത്ത ആളെ കൊല്ലാമല്ലോ അല്ലെ, മിണ്ടുന്നില്ലല്ലോ. മിണ്ടാതിരിക്കുന്നത് കൊണ്ട് ഇത് രാത്രി ദൈവാത്മാവ് പറയുന്നു, യാക്കോബിനെ പോലല്ല പത്രോസിനെ കാരാഗ്രഹത്തിൽ ഇട്ടാൽ ഒരു കാര്യമാ, കാരാഗ്രഹത്തിനകത്ത് ദൂതനിറങ്ങും. സഭ സ്ഥാപിക്കപ്പെട്ട ആരാ പത്രോസ്? ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. സഭ സ്ഥാപിക്കപ്പെട്ടവർ, സഭ എന്തിയ സ്ഥാപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ ദൈവാത്മ പറഞ്ഞു സഭയുടെ ഉടമ. ഇതിനകത്ത് ദൈവത്തിന്റെ വചനം പറയുന്നു, പത്രോസ് നീ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിൽ അഴിയും എന്ന് പറഞ്ഞാൽ നീ എത്ര ബന്ധിക്കപ്പെട്ടാലും നിന്റെ നാവിന്റെ മേലുള്ള അധികാരം, നിന്റെ കരത്തിലിരിക്കുന്ന താക്കോലുണ്ടല്ലോ, സ്വർഗരാജ്യത്തിന്റെ താക്കോല. ഇന്ന് രാത്രി ആത്മാവിനൊന്ന് തുറക്കാൻ നീ റെഡിയാണെങ്കിൽ, ആത്മാവിൽ ഇന്ന് രാത്രി നീ എഴുന്നേൽക്കാൻ റെഡിയാണെങ്കിൽ, ദൈവം ഏതൊക്കെ മേഖലയ്ക്ക് കാരാഗ്രഹത്തിനകത്തായി ദൈവനാമ നിമിത്തമേ കാരാഗ്രഹത്തിനകത്തായി പോയോ? ദൈവാത്മ ശക്തമായി പറയുന്നു. മറുഭാഗത്തൊരു സഭ പ്രാർത്ഥിക്കുന്നുണ്ട്. സഭയുടെ പ്രാർത്ഥന പത്രോസിന് വേണ്ടി ദൂതനിറങ്ങിയതുപോലെ ഇന്ന് രാത്രി ദൈവസഭയെ ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, അഭിഷക്തന്മാർക്ക് വേണ്ടി, അഭിഷക്ത ഗണങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി ഒരു കൂട്ടം ജനം പ്രാർത്ഥിക്കാൻ തയ്യാറായ പ്രാർത്ഥനയുടെ മറുപടിയായി സ്വർഗത്തിലെ ദൂതനിറങ്ങുമെന്ന്, ദൈവത്തിന്റെ ദൂതനിറങ്ങി പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ പ്രവചിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയാ, തന്റെ ജനം ബന്ധിക്കപ്പെടുന്നത് തകർച്ചയല്ല കേട്ടോ. ഈ ലോകം നിന്നെ ബന്ധിക്കുമ്പോ, ഈ ലോകത്തിനറിയാത്തൊരു സംഭവം നമ്മുടെ മേലുണ്ട്. എന്താണെന്നറിയാമോ? നിന്നെ ബന്ധിക്കുന്തോറും നീ ആത്മസാന്നിധ്യത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുമെന്ന്. ആർക്കും നിന്നെ പിടിച്ചൊതുക്കാൻ കഴിയാത്ത, ആർക്കും നിന്നെ പിടിച്ച് അടക്കാൻ കഴിയാത്ത ഒരാത്മതലത്തിനകത്ത് പരിശുദ്ധാത്മാവ് ചിലരെ ഷിഫ്റ്റ് ചെയ്യുമെന്ന് ആത്മാവിടപെടുന്നു. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവാത്മാവ് കാരാഗ്രഹത്തിന് അടിസ്ഥാനം കുലുക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഇതിനകത്തു ചലിച്ചു തുടങ്ങട്ടെ. ഞാനിന്ന് പകല് എൻ്റെ ഒരു കൂട്ടുകാരിയോട് സംസാരിച്ചു. എങ്ങനെയാ സംസാരിച്ചത്? തീയിൽ കുരുത്തതേ വെയിലത്ത് വാടത്തില്ല. തീയിലാണോ നീ വളർന്നത്?
ഇത് രാത്രി ദൈവാത്മാ പറഞ്ഞു, തീയിലാണോ നീ വളർന്നത്? ചെറിയ വെയിലടിച്ചാലൊന്നും എന്തിയാ, നീ വാടിപ്പോകത്തില്ലെന്ന്, നീ തകർന്നു പോകത്തില്ലെന്ന്, നീ ക്ഷീണിച്ചു പോകത്തില്ലെന്ന് ആത്മാവ് ഇത് പ്രതികരിക്കാൻ തയ്യാറായാൽ, സ്തോത്രം. ഞാൻ എപ്പോഴും പറയും കൊല്ലാൻ പറ്റത്തില്ല. കാരണം എന്തിയാ, ഞാനെപ്പോഴും പറയും തോട്ടപ്പുഴുവിൻ്റെ പ്രത്യേകത എന്നറിയോ, ചത്തു എന്നോർക്കും, പക്ഷേ അതിനകത്തുനിന്ന് ജീവനോടെ പിന്നെ പുറത്തു വരും. ദൈവം എന്താണോ പദ്ധതി ഒരുക്കിയിരിക്കുന്നത്, ദൈവം എത്ര ആയുസ് ഇട്ടിട്ടുണ്ടോ നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന ആയുസിനകത്ത് നമ്മൾ നിന്നിരിക്കും. ഞാൻ ജനിക്കുമ്പോൾ തന്നെ ഞാൻ എന്ത് മരിക്കണമെന്നും ഞാൻ എങ്ങനെ മരിക്കണമെന്നും എങ്ങനെ ആയിത്തീരണമെന്നും അവൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ആദ്യനും അന്ത്യനുമാണെന്ന്, ആദ്യവും അവസാനവും അറിയാവുന്ന കർത്താവ്, മനുഷ്യനെ അറിയത്തില്ലാത്ത ആദ്യമേതാ അന്ത്യമേതാന്ന് ഇന്ന് രാത്രി എൻ്റെ അന്ത്യവും അറിയാവുന്നവൻ, എൻ്റെ ആദ്യം അറിയുന്ന അവസാനവും അറിയുന്നവൻ ഇന്ന് രാത്രി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന രാത്രി നമുക്ക് വേണ്ടി ചലിക്കുന്ന അവൻ്റെ അളവറ്റ ദൈവശക്തി ഇന്ന് രാത്രി ചലിച്ചു തുടങ്ങട്ടെ. ദൈവാത്മ പറയുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ അവരെന്ത് ചെയ്തു, സംസാരിക്കാൻ തുടങ്ങി. 2, അപ്പോൾ അവൻ ചില പുരുഷന്മാരെ വശത്താക്കി, ഇവൻ മോശയ്ക്കും ദൈവത്തിന് വിരോധമായി ദൂഷണം പറയുന്നു, ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. ഇന്നുകൊണ്ട് ഇങ്ങനത്തെ ചിലരെ ഇന്നുകൊണ്ട് എന്തെന്ന് പറഞ്ഞേക്കുന്നേ. അപ്പോൾ അവർ ചില പുരുഷന്മാരെ വശത്താക്കി. പിന്നെ പെട്ടെന്ന് വശത്താക്കാൻ അറിയാവുന്നവരുമുണ്ടേ. നമുക്ക് വിരോധമായി എഴുന്നേക്ക് വശത്താക്കാൻ നമുക്കറിയത്തില്ലാത്ത അങ്ങനെ വശത്താക്കണമെന്ന്. നമുക്ക് എങ്ങനെയാ പറഞ്ഞു നിൽക്കണ്ടേ, നമുക്ക് എങ്ങനെയാ നിൽക്കണ്ടേ, നമുക്ക് കള്ളത്തനം പറയാനോ, നമുക്ക് എതിർത്ത് നിൽക്കാൻ അറിയത്തില്ലല്ലോ, നമുക്ക് എതിർത്ത് നിൽക്കാനുള്ള കാര്യമില്ലല്ലോ അല്ലേ. ഇവിടെ നോക്കിക്കുക, ദൈവവചനം പറയുന്നു, ഈ സ്തേഫാനോസ്, ഞാനിത് ഒരു അഭിഷക്തനെ പറ്റി ഞാൻ സംസാരിക്കുന്നത്, ദൈവശക്തിയോടെ ദൈവ സാന്നിധ്യത്തോടെ ദൈവനാമ നിമിത്തം അനുഭവപ്പെട്ട ദൈവനാമ നിമിത്തം കഷ്ടപ്പെട്ട ഒരു അഭിഷക്തനെ പറ്റിയ ഒരു അഭിഷക്തനെ പറ്റിയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ദൈവനാമ നിമിത്തം നീ എന്തൊക്കെ അനുഭവിച്ചാലും അതിനകത്ത് നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പറയാനാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കിയ ദൈവാത്മാവ് ഇവിടെ പറയുന്നൊരു ഭാഗം ഇങ്ങനെ പറഞ്ഞ്, ചിലരെ വശത്താക്കിയിട്ട് അവന് വിരോധമായി ദൂഷണം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവാത്മാ പറയുന്നു വിരോധമായി. ചിലര് പറഞ്ഞാൽ എന്ത് ചെയ്യുക, ഞാൻ ഇങ്ങനെ പറയാം, ചത്തിട്ടില്ലാത്ത കോഴി ചത്ത കോഴി പറക്കുന്നെന്ന് പറഞ്ഞാൽ അത് കേട്ടോണം. അങ്ങനെയുള്ളവരുണ്ട്. ചത്ത കോഴി ചത്തതാ, പക്ഷേ എന്ത് ചെയ്യുക, അത് പറന്നു പോകുന്നെന്ന് പറഞ്ഞാൽ അത് കേട്ടനുസരിക്കണം. അങ്ങനത്തെ കാലം ഇന്ന്. പക്ഷെ ഇന്ന് രാത്രി ദൈവാത്മാ ഓർമ്മപ്പെടുത്തുന്നു, നിനക്ക് വിരോധമായി ആരൊക്കെ എഴുന്നേറ്റാലും ദൈവാത്മാ പറഞ്ഞു, ഇന്ന് രാത്രി ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരൊക്കെയോ ഇന്ന് രാത്രി ഇതുപോലത്തെ സിറ്റുവേഷനകത്തൂടെ കയറിപ്പോന്നവർ ഇന്ന് രാത്രി കേൾക്കുന്നുണ്ട്. ആത്മാവിൽ ഒന്ന് പ്രാപിച്ചു തുടങ്ങിക്കേ. ഞാനിത് ചുമ്മാ എടുക്കുന്ന വചനമല്ല, ഞാൻ ആത്മനിയോഗത്താണ്. നിങ്ങൾ കണ്ടോ, ഞാൻ വേർത്തായിരിക്കുന്നത്. ഒരാത്മസാരത്തെ എനിക്ക് ഇവിടെ എന്നെ ശുശ്രൂഷിക്കാൻ കഴിയാത്ത ഒരാത്മസാന്നിധ്യം എനിക്ക് മനസ്സിലാവുന്നു. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലര് ദൈവാത്മാവിനെ കാണിച്ചിരുന്നു. ഇന്ന് രാത്രി ദൈവാത്മാ ആരൊക്കെയോ മുഖാന്തരം ആരൊക്കെയോ കൂട്ടുപിടിച്ച നിന്നെ ഒറ്റപ്പെടുത്തി, ആരൊക്കെയോ നിന്നെ കുറ്റപ്പെടുത്തി, ആരൊക്കെയോ നീ ചെയ്യാത്ത കുറ്റത്തെ അടിച്ചമർത്തുമ്പോ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിനക്ക് വേണ്ടി സ്വർഗം തുറക്കുന്ന രാത്രിയാകട്ടെ, നിനക്ക് വേണ്ടി സ്വർഗം തുറക്കുന്ന രാത്രി ആകട്ടെ. ഹല്ലേലൂയ. രക്തജയം വിശ്വസിക്കാമോ? ആരുടെയൊക്കെ മുമ്പിൽ നീ ഒരുപക്ഷെ നീ ചെയ്യാത്ത തെറ്റിനെ ചെയ്തു എന്ന് പറഞ്ഞ ദൂഷണം പറയുന്നത് കേട്ടോ. ഇവൻ മോശയ്ക്കും ദൈവത്തിനും വിരോധമായി ദൂഷണം പറയുന്നു, ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. കേട്ടുപോലുമില്ല. എന്തോ പറഞ്ഞേ? ദൈവകൃപയും ശക്തിയും നിറഞ്ഞ് ജനത്തിന്റെ നടുവിൽ അത്ഭുതം അടയാളം ചെയ്തതാ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം അടയാളം ചെയ്തതാണ് സ്തേഫാനോസ് ചെയ്ത തെറ്റ്. ഇവിടെ പറഞ്ഞു വരുത്തിയത് എന്താണെന്നറിയാമോ?
പറഞ്ഞു വരുത്തിയത് മോശയ്ക്കും ദൈവത്തിനു വിരോധമായി എന്ന് പറഞ്ഞാൽ ഒരു ചേർച്ചയില്ലാത്ത സ്തേഫാനോസ് ചെയ്ത കാര്യമല്ല ഇവിടെ എന്ത് ചെയ്യുക, ഈ കൂട്ടം ജനം എന്ത് ചെയ്യുക പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ഒന്നിനോടൊന്ന് യോജിക്കുന്നില്ലാത്ത, നിന്റെ ജീവിതത്തിൽ ഒരു രീതിയിലും മതിയ, നിന്റെ ജീവിതവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ചില കാരണം പറഞ്ഞ് നിന്നെ കുറ്റപ്പെടുത്തുമ്പോൾ അങ്ങനെയുള്ളവർ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശക്തമായി ഇടപെടുന്നു. നിങ്ങൾക്ക് വേണ്ടി സ്വർഗം സംസാരിക്കാൻ പോകുക, നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം സംസാരിക്കാൻ പോകുക, നിങ്ങൾക്ക് വേണ്ടി സ്വർഗം ഇറങ്ങാൻ പോകുക, നിങ്ങൾക്ക് വേണ്ടി അവിശക്തന്മാർ ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവനാമ നിമിത്തം നീ അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധിയും ആ പ്രതിസന്ധിയുടെ നടുവിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ മഹത്വം, ഗ്ലോറി, ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചിലതിന്റെ മേലൊരു അസാധാരണമായ ദൈവശക്തി യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇത് രാത്രി ചിലതിന് മേൽ അസാധാരണമായ ദൈവശക്തി വ്യാപരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം യേശുവിന്റെ നാമത്തിൽ. വത്സമാമ പ്രാർത്ഥിക്കാം കേട്ടോ. കർത്താവ് സഹായിക്കട്ടെ. കർത്താവേ, ഇത് രാത്രി പ്രിയ വത്സമാമ കർത്താവ് പറഞ്ഞ വിഷയത്തെ ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ഏത് വിഷയത്തിന്മേലാണോ താൻ ഭാരപ്പെടുന്നത് ഇന്ന് രാത്രി കർത്താവെ പറഞ്ഞ സമയം തന്നെ ആ വിഷയത്തെ അങ്ങ് തന്നെ ഇത് രാത്രി ഏറ്റെടുക്കണം. റിമന ഹത്തൽ വൈഡ പ്രഭന തനിക്ക് വേണ്ടി ഈ രാത്രി വാദിക്കുന്ന രാത്രിയാകട്ടെ, തനിക്ക് വേണ്ടി ഇന്ന് രാത്രി ഇറങ്ങി നിൽക്കുന്ന രാത്രി അത്ഭുതം ചെയ്യും, മഹത്വം വെളിപ്പെടും യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ദൈവം സഹായിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. റമന ഹത്തൽ വർത്തന ജഗൽക്കമന വൈഡരകൾ കടക സ്യാധുന യേശുവിന്റെ നാമത്തിൽ. ലാസ്റ്റ് ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം, ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് സഹായിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്ന്, കൃപയും ശക്തിയും നിറഞ്ഞവരായി ജനത്തിന്റെ നടുവിൽ അത്ഭുതം അടയാളം ചെയ്തവന്റെ മുൻപിൽ പ്രതിസന്ധി വന്നു. അവനെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി ആ ഒരു പദ്ധതിക്കകത്തൂന്ന് വ്യതിചലിപ്പിക്കുവാൻ, ആ ഒരു പദ്ധതിക്കകത്തൂന്ന് പുറത്തു കളയാൻ ഒരിക്കൽ തന്ത്രത്തെ ഇത് രാത്രി സ്വർഗം പൊളിക്കുന്ന രാത്രിയാ. റമന ഹത്തൽ വൈഡ ദൈവദാസന്മാർ, ദൈവദാസിമാർ, ദൈവമക്കൾക്കെതിരെ എഴുന്നേൽക്കുന്ന സകല ദൂഷണങ്ങളും യേശുവിന്റെ നാമത്തിൽ സിംഹത്തിന്റെ വായെ അടച്ചതുപോലെ ദാനിയേലിന് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിക്ക്. ദാനിയേലിന് വേണ്ടി സിംഹത്തിന്റെ വായെ അടച്ചതുപോലെ ഇന്ന് രാത്രി എന്തുകൊണ്ട് ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിലിട്ടത്? പ്രാർത്ഥിക്കാം. ബ്രദറെ പ്രാർത്ഥിക്കാം. ദൈവം സഹായിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. പ്രാർത്ഥിക്കാം. ഷാൽക്കറ്റ് എന്തിനാ ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിലിട്ട? സമയം പോയി. സിംഹത്തിന്റെ ഗുഹയിലിട്ട എന്താ? ആ 3 പേരെ സെലക്ട് ചെയ്തു. ഒന്നാമനായി തീർന്നു ദാനിയേൽ. കാരണം രാജാവിന് വിശ്വസ്തനായി നിന്നു. ഒരു പോരായ്മ വരുത്താൻ, നഷ്ടം വരുത്താൻ ആരനുവദിച്ചില്ല? ദാനിയേൽ അനുവദിച്ചില്ല. ദാനിയേൽ അനുവദിക്കാഞ്ഞത് എന്താ പറഞ്ഞാൽ, മറ്റുള്ളവരെ നഷ്ടം വരുത്താൻ നോക്കുമ്പോഴും ആ നഷ്ടം വരുത്താതിരിക്കാൻ ദാനിയേൽ ശ്രദ്ധിച്ചു. ആ ശ്രദ്ധിച്ചത് മുഖാന്തരം പ്രാർത്ഥിക്കാം. ബിരിയാണി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ സഹായിക്കട്ടെ. പ്രതിസന്ധികൾ മാറട്ടെ, പ്രതികൂലങ്ങൾ മാറട്ടെ, ഒറ്റപ്പെടലുകൾ മാറട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഇപ്പോൾ ദൈവമഹത്വം ഈ ഒരു സാന്നിധ്യത്തിനകത്ത്, ഈ വചനം കേട്ടോണ്ടിരിക്കുന്ന ഈ ഒരു സാന്നിധ്യത്തിനകത്ത് ജനം യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. ആത്മസാന്നിധ്യത്തിനകത്ത് ജനം പുറത്തു വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇപ്പോൾ ആയിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളും, ഇപ്പോഴായിരിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആരുടെയൊക്കെയോ വാക്കിനാൽ കുടുങ്ങിപ്പോയവർ, ഏതൊക്കെയോ മേഖലയ്ക്കകത്ത് തകർന്നു പോയവർ, ഏതൊക്കെയോ മേഖലയ്ക്കകത്ത് ഒറ്റപ്പെട്ടു പോയവർ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പുറത്തു വരുന്ന രാത്രിയാകട്ടെ. ദൈവാത്മ പറയുന്നു, പ്രതിസന്ധിക്കകത്തൂന്ന് പുറത്തു കൊണ്ടിരുന്നൊരു ദൈവം. പ്രാർത്ഥിക്കാം യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, ഇന്ന് രാത്രി
എൻ്റെ മകൾക്ക് വേണ്ടിയും ഭർത്താവിൻ്റെ ജോലിയിൽ വളർച്ച ഉണ്ടാകാൻ, മോൾക്ക് ജോലി കിട്ടുവാനും കർത്താവേ ഇന്ന് രാത്രി പ്രാർത്ഥനാ വിഷയം 2 ദൈവത്തിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. യേശുപ്പാ ഈ രാത്രിയിൽ ഇവരുടെ പ്രാർത്ഥനാ വിഷയത്തെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നെന്ന് ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ ഇതിനകത്ത് വായിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വചനം ഇന്ന് രാത്രി ഈ ഒരു മീഡിയക്കകത്ത്, ഈ ടൈമിനകത്ത്, ഈ മണിക്കൂറിനകത്ത്, കുടുംബത്തിനകത്തളത്തിൽ വ്യക്തികളുടെ മേൽ ആത്മാവ് തുറന്നു വിടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് ദൈവിക വിടുതലായി സംഭവിക്കട്ടെ. ഇപ്പോൾ തന്നെ അത് ദൈവമഹത്വമായി സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. അപ്പൊ ദൈവാത്മ പറയുക, പ്രതിസന്ധിയുടെ നടുവിൽ, കുറ്റപ്പെടുത്തുന്ന നടുവിൽ, പഠിച്ചാരുന്നവരുടെ നടുവിൽ കർത്താവ് ഇന്ന് രാത്രി എഴുന്നേൽക്കാൻ പോകുക. ഒരു 7 മിനിറ്റ് കൊണ്ടുണ്ട്. പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. കർത്താവ് സഹായിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. അപ്പോൾ ദൂഷണം പറഞ്ഞ് ദൈവജനത്തെ, അഭിഷക്തന്മാരെ തകർക്കുന്ന ആ ഒരു പ്രവണത നമ്മൾ പ്രാർത്ഥിച്ചേ, ആത്മാവിൽ പ്രാർത്ഥിച്ചത് ഏതൊക്കെ ഏരിയക്കകത്ത് രാജ്യങ്ങളെ തൊടുകട്ടോ, ഏത് കുഗ്രാമത്തിൽ ഇരുന്ന് കേട്ടാലും, ഏതൊക്കെ മേഖലക്കകത്ത് നിന്ന് കേട്ടാലും കർത്താവ് സഹായിക്കും. ആൻറ്റി ശിവാൻ്റെ ദൈവവും സഹായിക്കും, അത്ഭുതം ചെയ്യും യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ സൗദിയിൽ മിസ് ഇല്ലാതെ ഭാരപ്പെടുന്നു. കർത്താവ് എത്രയും പെട്ടെന്ന് അതിനൊരു നീക്കുപോക്ക് ഇന്ന് രാത്രി കർത്താവ്, നീതിമാന്മാർ നീതികളിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്റെ ചെങ്കോൾ നീതിമാന്റെ അവകാശത്തിൽ മേലിരിക്കില്ലപ്പാ. ഞങ്ങളുടെ അവകാശമാകുന്ന കർത്താവെ, അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആ മിസ്സയുടെ കാര്യത്തിനകത്ത് ദൈവത്തിന്റെ കരം ചലിക്കട്ടെ. ആരാണോ അതിന്റെ മേൽ കർത്താവിന്റെ കരം ചലിക്കണം, ആരാണോ അതിന് ക്രമീകരണം വരുത്തേണ്ടത്, രാജാക്കന്മാരുടെ ഹൃദയം നീർത്തോട് കണക്കെ തിരിക്കുന്നത് പോലെ ഇന്ന് രാത്രി കർത്താവേ ദൈവത്തിന്റെ വചനം വ്യക്തികളെ കർത്താവ് തൊടണമേ. ഇന്ന് രാത്രി ആ ബിസിയുടെ കാര്യത്തിനകത്ത് ആരാണോ അതിനകത്ത് ഇറങ്ങി നിൽക്കേണ്ടത്, ആ വ്യക്തിയെ കർത്താവ് ഇന്ന് രാത്രി എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് സംസാരിക്കണമേ. ഈ ഒരു സാന്നിധ്യത്തിനകത്ത് നിന്നുകൊണ്ട് ആത്മാവിൽ ആ വിഷയത്തെ ആത്മാവിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. എതിരെ നിൽക്കുന്ന സകല എതിർവാദങ്ങളും യേശുവിന്റെ നാമത്തെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. അത്ഭുതം ചെയ്യും, മഹത്വം വെളിപ്പെടും യേശുവിന്റെ നാമത്തിന്റെ. ആമേൻ. കർത്താവെ ഇന്ന് രാത്രിയിൽ മണ്ടയിൽ കർത്താവെ മോൾക്ക് ഇന്റർവ്യൂ ഉണ്ടെന്ന് പറവാനിടയായല്ലോ. ഇന്ന് രാത്രി കർത്താവെ അങ്ങ് കർത്താവ് കുഞ്ഞിനെ കർത്താവെ അങ്ങ് സഹായിക്കണമേ. നാവോട് കൂടെ ഇരിക്കണം. കൃപയും ശക്തിയും നിറഞ്ഞ് കർത്താവെ നീ അവിടുന്ന് സംസാരിക്കുവാൻ തക്കവണ്ണം കർത്താവെ കുഞ്ഞിനെ ബലപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ജ്ഞാനമുള്ള ഹൃദയം നാവിന്റെ മേൽ ഇരമ്യാവിനോട് കർത്താവ് സംസാരിപ്പാനിടയായി ഞാൻ എൻ്റെ വചനത്തിൻ്റെ വായി തരും. അങ്ങനെ ഇന്ന് രാത്രി കർത്താവ് ഇന്റർവ്യൂവിന് ആവശ്യമായ എല്ലാ ദൈവകൃപയും കർത്താവ് കുഞ്ഞിന് മേൽ പകർന്ന് യേശുവിന്റെ നാമത്തിൽ ജയിക്കട്ടെ. കർത്താവ് കുഞ്ഞ് പുറത്തു വരാൻ ആത്മാവിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിന്റെ. ആമേൻ. പ്രാർത്ഥിക്കാം. സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കാം. മത്സമാറ്റി കർത്താവ് സഹായിക്കട്ടെ മകളുടെ ഉപരിപഠനത്തിന്. പ്രാർത്ഥിക്കാം. കർത്താവ് സൗഖ്യമാക്കും യേശുവിന്റെ നാമത്തിൽ. കർത്താവെ നീ സൗഖ്യമാക്കുന്ന യഹോവയാ. എനിക്ക് കഴിയാത്തൊരു കാര്യമില്ല. യഹോവ റാഫ ശലബ ഹത്തിനി ജഗൽഘടക ശന്ധുന. അങ്ങ് തന്നെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കണം. എന്നെ വിടിവിക്കുന്ന, എന്നെ സഹായിക്കുന്ന, അതാത് സമയങ്ങളിൽ എന്നെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കുന്ന അതേ ദൈവത്തിൻ്റെ കരം ഇപ്പോൾ രോഗസൗഖ്യമായി ഭവിക്കട്ടെ. കർത്താവ് അങ്ങ് ഇറങ്ങി നിൽക്കണം യേശുവിന്റെ നാമത്തിൽ. ആമേൻ.
യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് തലമുറയില്ലാതെ ഭാരപ്പെടുന്നു. അങ്ങ് കർത്താവ് തലമുറയെ നൽകി സഹായിക്കണമേ. ഹന്ന ചെന്ന് ദൈവസന്നിധി നിലവിളിച്ചു. അതേ ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ പ്രാർത്ഥനയെ കേട്ടു. ധാൻ മുതൽ വർഷമ വരെ പേര് കേൾക്കുന്ന വിശുദ്ധ പ്രവാചകനായ ഒരു ശൗമേൽ ബാരന് നൽകിയതുപോലെ കർത്താവേ, ഇന്ന് രാത്രി വചനം അങ്ങനെ തന്നെ ആ തലമുറയുടെ മേൽ കൈമാറുന്നു. അത്ഭുതം ചെയ്യും യേശുവിന്റെ നാമത്തിൽ. ആമേൻ. പ്രാർത്ഥിക്കാം. സാമ്പത്തികമായ എല്ലാ പ്രതിസന്ധികളും മാറട്ടെ. കർത്താവ് സഹായിക്കും യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ് ഇന്ന് രാത്രി ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് ഇസ്രായേൽ മക്കളെ സൂപ്പർ നാച്ചുറലായി നടത്തിയതുപോലെ അപ്പോൾ സ്തോത്രം. അതേ ആഹാരം വേണമെന്ന് പറഞ്ഞപ്പോൾ മഞ്ഞ പൊടിപ്പിച്ചു. തേൻ കൂട്ടിയ ദോശയ്ക്ക് തുല്യം. അപ്പോൾ സ്തോത്രം ഇറച്ചി വേണമെന്ന് പറഞ്ഞു. കാടപ്പക്ഷിയെ കർത്താവ് കൊടുത്തു. ലിവിയാറ്റാന്റെ തലയെ തകർത്തതുപോലെ റിമന ഘടക വൈഡരകൾ ഘടക ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ലിബിയാഥാന്റെ തല തകർന്നതുപോലെ ഇന്ന് രാത്രി ചില ദൈവസ്തോത്രം ഒരു വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. ദൈവം സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ദൈവം സഹായിക്കും. ഞാനിത് കഴിഞ്ഞാലും ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ ഇടയ്ക്ക് വീഡിയോ കണ്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളെ സഹായിക്കും. ഞാൻ ഇതിനകത്ത് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാൻ മീറ്റിങ്ങിലല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നേരിട്ട് വിളിച്ചാൽ ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ക്ഷമയോടെ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളെ സഹായിക്കട്ടെ. ചില സമയത്ത് മീറ്റിംഗ് ആണെങ്കിൽ മാത്രമേ ഞാൻ കട്ടാക്കുകയുള്ളൂ. കട്ടാക്കിയാൽ ഓർത്തോളം ഞാൻ തിരിച്ച് വിളിക്കുന്നതായിരിക്കും. ദൈവം സഹായിക്കട്ടെ. ഓക്കെ. ആമേൻ. അടുത്ത വാക്ക് പറയുന്നു. ഇവിടെ ഇങ്ങനെയാ പറയുന്നത്, സംഘത്തിന് കള്ളസാക്ഷികളെ നിർത്തി ആ മനുഷ്യൻ വിശുദ്ധന്മാർക്ക് ഇവിടെ സംസാരിച്ചു വരുന്നു. അവൻ നസ്രായനായ യേശു ഈ സ്ഥലത്ത് നശിപ്പിച്ചു. മോശ നമുക്ക് ഏൽപ്പിച്ച മര്യാദകളെ മറിച്ച് കളയുന്നു. അവൻ പറയുന്ന ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്ന് പറയിച്ചു. ന്യായാധിപ സംഘത്തിൽ ഇരുന്നപ്പോൾ എല്ലാവരും അവനെ ഉറ്റുനോക്കി. എല്ലാവരുടെ നടുവിലെ ന്യായാധിപ സംഘത്തിൽ ഇരുന്നപ്പോൾ സ്തേഫാനോസ്. ഇന്ന് രാത്രി നമ്മൾ 10 പേരുടെ മുമ്പിൽ നിന്ന് മുഖം മുഴുവൻ വിളറിയിരിക്കും. സ്തേഫാനോസിൻ്റെ ഇതിനകത്തുണ്ട് കേട്ടോ. ഇതിനകത്ത് ഈ ഒരു മീഡിയ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. 62 35 17 93 03 ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വിളിക്കാൻ പറ്റും. ഓക്കെ. ദൈവം സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എല്ലാവരുടെ മുമ്പിൽ മുഖം വിളറി തലകുനിച്ച് നിൽക്കുന്ന ഒരു സ്തേഫാനോസിനെ അല്ല കണ്ടത്. എന്താ പറഞ്ഞത്? അവന് ഉറ്റു നോക്കിയപ്പോൾ അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു. ആമേൻ. ഇത് രാത്രി പ്രതിസന്ധിയുടെ നടുവിലും കരഞ്ഞു കാറി തളർന്ന് കുത്തിക്കിടക്കുകയല്ല. ആത്മാവിൽ എഴുന്നേൽക്കണം. ആത്മാവിൽ എഴുന്നേൽക്കാൻ തയ്യാറായ ദൈവാത്മാവ് നിന്നെ ശക്തീകരിക്കാൻ പോകുക, നിന്നെ ബലപ്പെടുത്താൻ പോകുക. എല്ലാവരുടെ മുമ്പിൽ എന്ത് ചെയ്യുക? ദൈവാത്മാവ് നിന്നെ മാനിക്കാൻ പോകുക. നോക്കിക്കേ, ദൈവത്തിൻ്റെ ആത്മാ പറയുന്നു, മുഖം എന്ത് ചെയ്തു? ആ ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിന്റെ മുഖം വിളറിയല്ല, നിന്റെ മുഖം ക്ഷീണിച്ചല്ല, കരഞ്ഞല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ കരഞ്ഞ് കാറിയല്ല ഇരിക്കുന്നത്. മറിച്ച് നിന്റെ മുഖം അതേ ദൈവദൂതൻ്റെ മുഖം പോലെ കാണത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. ദൈവം സഹായിക്കട്ടെ. പൈസ മേടിച്ചിട്ട് തിരിച്ചു തരുന്നില്ല, തിരിച്ചു തരാൻ പ്രാർത്ഥിക്കാം. ദൈവം സഹായിക്കട്ടെ. എന്താ പറയുക, സജിത ജെയിംസ്, കർത്താവേ, ഞാനിത് സംസാരിക്കുമ്പോൾ തന്നെ കർത്താവേ, ആരാണോ വാങ്ങിച്ചത് കർത്താവേ അങ്ങ് തിരിച്ചു കൊടുക്കാൻ സഹായിക്കണം. സാമ്പത്തികം മേടിച്ചാൽ തിരിച്ചു കൊടുക്കണേ അല്ലേ? നമ്മൾ ചില സമയങ്ങളിൽ കിട്ടാതെ വരുമ്പോൾ അവർ ആ പ്രയാസത്തിൻ്റെ സമയത്ത് ഒരു പക്ഷേ കഷ്ടതയിലായിരിക്കും തിരിച്ചു കൊടുക്കേണ്ടത്. അത് തിരിച്ചു കൊടുക്കാൻ ദൈവം സഹായിക്കട്ടെ. ഒരു മനസ്സുണ്ടാവട്ടെ. നമ്മൾ പൈസ ചില സമയത്ത് കൊടുത്താൽ എന്ത് ചെയ്യും? തിരിച്ചു കിട്ടുമ്പോൾ നമ്മൾ വഴക്ക് പറയുന്നുണ്ടാകാം, ദേഷ്യപ്പെടുന്നുണ്ടാവും. നമ്മൾ മേടിച്ച പോലെ സാരമില്ല. ദൈവം സഹായിക്കട്ടെ. വിഷമിക്കാതെ കർത്താവ് സഹായിക്കും കേട്ടോ. അത്ഭുതം ചെയ്യും. പ്രാർത്ഥിക്കാം. തക്ക സമയത്ത് അവർ നിങ്ങളുടെ കരത്തിലേക്ക് ആ സാമ്പത്തികം തിരിച്ചു തരട്ടെ. ദൈവം അത്ഭുതം ചെയ്യട്ടെ. ഞാൻ പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ അതിന് 11 മണിയായി പ്രാർത്ഥിച്ചു നിർത്തുക. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കൃപയും ശക്തിയും നിറഞ്ഞവനായി എത്ര പേർ ആത്മാവിൽ വിശ്വസിക്കുന്നു? കർത്താവേ, എൻ്റെ മേലൊരു അസാധാരണമായ ദൈവശക്തി ഈ കാലഘട്ടത്തിൽ നിൽക്കാൻ
ഈ കാലഘട്ടത്തിൽ കർത്താവ് ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ ദൈവത്തിൻ്റെ കൃപയും ശക്തി ആവശ്യമാണെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. ഒരു 2 സെക്കൻഡ് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. കർത്താവെ, നിന്റെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ്, നിന്റെ ശക്തി ഞങ്ങൾക്ക് ആവശ്യമാണ് ജയിക്കാൻ. ആരെ തോൽപ്പിക്കാനല്ല കർത്താവെ, ആരെ തോൽപ്പിക്കുകയും വേണ്ട ഞങ്ങൾക്ക്. അങ്ങ് കർത്താവെ സ്തോത്രം, ജയിച്ച് കർത്താവെ അങ്ങയുടെ നാമം ദുഷിക്കാതെ, അങ്ങയുടെ നാമം കർത്താവെ അതെ ദുഷിക്കാതെ വണ്ണം സ്വർഗത്തിൽ ദൈവം സഹായിക്കണമേ. ഈ ജനത്തെ അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെ മേഖലയ്ക്കകത്ത് കർത്താവ് ജനം ഭാരപ്പെടുന്നോ, എങ്ങനെയൊക്കെയാണോ ഇന്ന് രാത്രി അടിയൻ പറഞ്ഞ വചനം, എളിയ പറഞ്ഞ വചനത്തെ കേട്ടത്, ഇന്ന് രാത്രി കർത്താവിൻ്റെ ജീവിതത്തിൽ 30, 60, 100 മേനിയായി അത് അങ്ങനെ തന്നെ ഒരു ദൈവിക വിടുതലായി യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി മിനിറ്റിനകത്ത് കൃപയും ശക്തിയും നിറഞ്ഞവരായി ജനത്തിൻ്റെ നടുവിൽ സഞ്ചരിച്ചതുപോലെ ഈ രാത്രി ഒരു ദൈവിക കൃപ ശക്തി ജനത്തിൻ്റെ മേൽ, കുടുംബത്തിൻ്റെ മേൽ, വ്യക്തികളുടെ മേൽ, അപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിൻ്റെ മേൽ ഇന്ന് രാത്രി ഇറങ്ങി സഞ്ചരിക്കണമേ. അപ്പോൾ കാരാഗ്രഹത്തിൽ അതേ കർത്താവ് ന്യായാധിപന്മാരുടെ സംഘത്തിൽ ന്യായാധിപ സംഘത്തിനകത്ത് നിൽക്കുമ്പോഴും കർത്താവ് തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ ദൈവനാമ നിമിത്തം കർത്താവ് ഒരു ദൈവദൂതന്റെ മുഖം പോലെ ആയിത്തീരുവാൻ സ്വർഗം സഹായിക്കണമേ. പുറത്തു കൊണ്ടുവരുന്നതിനായി പ്രാർത്ഥിക്കുന്നു. പുറത്തു വരണവർ പുറത്തു വരണം. കർത്താവെ, ബന്ധിക്കപ്പെട്ടവരെ കർത്താവ് പുറത്തു കൊണ്ടുവരണമേ. അത്ഭുതം ചെയ്യണമേ. മഹത്വം വെളിപ്പെടും യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇന്ന് രാത്രി എന്നെ കണ്ട എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടി വന്ദനത്തെ നന്ദി അറിയിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ദൈവദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവനാമത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു ദൈവദാസനാണ്. എന്തായാലും ദൈവം എല്ലാത്തിനും ഒരു ദൈവ അനുഗ്രഹം നൽകട്ടെ. ഇത് പിന്നത്തതിൽ ഒത്തിരി പേർക്ക് ആശ്വാസമാകട്ടെ. കർത്താവ് മാനിക്കട്ടെ. എന്നെയും ക്ഷണിച്ചതായ ദൈവദാസനും കുടുംബത്തിനും മീഡിയയ്ക്കും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി വന്ദനത്തെ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് താണ്ടിരിക്കുന്നു. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വചനം ഇങ്ങനെ പറഞ്ഞ് ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ ഹോമ എന്നെ നിർഭയാമസിക്കുമാറാക്കുന്നത്. രാത്രി നല്ല ഉറക്കം നൽകട്ടെ. പല രാജ്യത്തിരുന്ന് കേൾക്കുന്നവരുണ്ടാകും. ഉറക്കം രാത്രിയിൽ കേൾക്കുന്നവർ ഇന്ന് രാത്രി നല്ല ഉറക്കം നൽകട്ടെ. പകലാണെങ്കിൽ നല്ല സന്തോഷത്തോടെ ജോലി ചെയ്യുക, സമാധാനത്തോടെ ജോലി ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ. ഏത് സാഹചര്യത്തിൽ ഇരുന്ന് കേട്ടാലും ആ സാഹചര്യത്തിനനുസരിച്ച് കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.